ഹലോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ. അപ്പോൾ സ്കൂള് തുറന്ന പണികളൊക്കെ നേരത്തെ തീരും. 8 മണിക്ക് രണ്ടുപേർക്കും പോകണം. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കും. സ്കൂളില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ലാഗ് അടിച്ചിരിക്കും. പിന്നെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാനോ ഓംലേറ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിക്കേണ്ട സമയമാകുമ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. ഇന്നിപ്പോൾ മീൻ വറുക്കുകയാണ്. അപ്പോഴേക്ക് പ്രകാശേട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് ചോറിന് എന്താ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ സാമ്പാർ, കാബേജ് ഉപ്പേരി, പിന്നെ നമ്മളെ മെയിൻ സംഭവം അച്ചാറില്ലാണ്ട് ആർക്കും പറ്റില്ലല്ലോ. അച്ചാറ്, പിന്നെ സ്രാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വറുത്തോണ്ടിരുന്നത്. അപ്പം അത് വറുത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് കണ്ട, ഒരാൾക്ക് 2 മാസത്തെ വെക്കേഷൻ പോരാന്നും പറഞ്ഞിട്ട് ക്ലാസ്സിന് പോയിട്ടില്ല. ഇന്നലെയും പോയിട്ടില്ല, ഇനിയിപ്പോൾ നാളെയും പോകണ്ടാവില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അപ്പു പോയിട്ടുണ്ട് കേട്ടോ. അവള് എന്താ വന്നു. അവളടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാലും അവൾ പോവും. അവൾക്ക് ക്ലാസ്സിന് പോകണതൊക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വിരുന്ന് പോവാൻ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ചെറിയ ആൾ നേരെ തിരിച്ചാ. അവൾക്കിതൊന്നും ഇഷ്ടമല്ല. സ്കൂളിൽ പോകണതേ ഇഷ്ടമല്ല. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ വൈകിട്ട് ഫുഡ് വേസ്റ്റ് കളയാൻ താഴെ പോവും. വൈകിട്ട് ഫുഡ് വേസ്റ്റ് അവിടെ കൊണ്ടുവച്ചാൽ രാവിലെ വണ്ടി വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ മുറ്റത്ത് കുറച്ച് സമയം നടക്കും. നടക്കാൻ മീൻസ് അതിലങ്ങനെ വെറുതെ ഒരു രസം. ഒരു 6:30 വരെ ഞങ്ങൾ ആ മുറ്റത്ത് കൂടി നടക്കും. എന്നിട്ട് കയറി വരുള്ളൂ മേലേക്ക്. മുന്നേക്ക് നല്ല രസമായിരുന്നു. ഞങ്ങൾ ഷട്ടിൽ കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കുട്ടികൾ, കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയതുകൊണ്ട് അവർ കുറച്ച് കാലം കഴിഞ്ഞാൽ എല്ലാവരും മാറിപ്പോവുമല്ലോ. ഇപ്പം അങ്ങനെ കുട്ടികളൊന്നുമില്ല വേറെ. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൽ കുറച്ച് നേരമൊക്കെ നടന്നിട്ടേ കയറി വരുള്ളൂ. പിന്നെ വീട്ടിലെത്തി അകത്ത് കയറിയ പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലായി. സ്കൂൾ തുറന്നാൽ പിന്നെ ഒറ്റയ്ക്കാവും. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെന്താ പ്രത്യേകിച്ചൊന്നും ചെയ്യാലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് പ്രകാശനം കഴിക്കാൻ വരും. ഇവർ പിന്നെ 3:30 4 മണിയാകുമ്പോഴേക്കും കുട്ടികൾ വരും. അങ്ങനെ എന്നാലും കുറേ സമയം അധികം ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഇപ്പം അടുക്കളയിൽ നിൽക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കണ്ട. അല്ലെങ്കിൽ സ്കൂളില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും രണ്ടുപേരും. അപ്പു വന്നില്ലെങ്കിലും കുട്ട എന്തായാലും കൂടെ ഉണ്ടാവും. കുട്ട എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് രാത്രി ദോശ ഉണ്ടാക്കണം കേട്ടോ. രാവിലത്തെ സാമ്പാറുള്ളതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു സവാള, 2 തക്കാളി, ഒരു 4 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില നന്നായിട്ട് വഴറ്റിയെടുക്കുക എണ്ണയിൽ. വഴറ്റി വന്നാൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് കല്യാണം കഴിയുന്ന സമയത്ത് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഒരു സംഭവം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ പ്രകാശൻ്റെ കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ എല്ലാം പഠിച്ചെടുത്തത്. ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ പഠിച്ചെടുത്താണ് എല്ലാം. ഇപ്പം ഒരുവിധം എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ കുക്ക് ചെയ്യലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ പോയാലും ഒരു പണി എടുക്കില്ല. ചേച്ചിയുടെ വീട്ടിൽ പോയാലും ഒന്നും ചെയ്യില്ല. അപ്പം ഒന്നും എനിക്ക് പണിയെടുക്കണത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ വന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണികളും എടുക്കും. ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും. അത് എല്ലാവരും അങ്ങനെ തന്നെയാവും തോന്നുന്നു അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എല്ലാ പണികളും എടുക്കും. നമ്മളെ വീട്ടിൽ പോയാൽ നമുക്ക് ഒരു പണി എടുക്കാനും വഹിക്കില്ല. ഭയങ്കര ക്ഷീണം, കുഴക്കം, അങ്ങനെ വെറുതെ കിടക്കുക, ഫോണിൽ കളിച്ചിരിക്കുക. പിന്നെ ഇന്ന് സ്കൂള് തുറന്നിട്ട് മഴയെ പെയ്തിട്ടില്ല. സാധാരണ സ്കൂൾ തുറക്കണ അന്ന് ഭയങ്കര മഴ ഉണ്ടാവില്ലേ. പക്ഷെ ഇന്ന് ഇവിടെ മഴ പെയ്തില്ല. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇങ്ങനെ പണികളൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കള ഒന്ന് നീറ്റാക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് എന്താ അപ്പു വന്നു. അപ്പു ഫോണിൽ എന്തോ റീല് കാണിച്ചു തരികയാണ്. അപ്പം അത് നോക്കിയിരുന്നു. പിന്നെ അവൾ ഉമ്മ വെച്ചു. അപ്പോഴേക്ക് മറ്റാൾ അവിടെ നിന്ന് തെറ്റിപ്പോയി.
അതൊന്ന് ചെറുതിന് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് അടുക്കള ഒന്ന് നീറ്റാക്കണം. ഒരുപാട് പാത്രം കഴുകാണ്ട്. പാത്രമൊക്കെ ഒന്ന് കഴുകി അടുക്കള നീറ്റാക്കിയ, മേല് കഴുകുക, ഫുഡ് കഴിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ.